റഷ്യയും അമേരിക്കയും നേരിട്ട് യുദ്ധം ചെയ്യുന്നിടത്തേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കരീബിയൻ കടലിലേക്ക് റഷ്യ യുദ്ധക്കപ്പൽ അയച്ചു എന്ന് പറയുന്നത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല. റഷ്യൻ നിയന്ത്രണത്തിലുള്ള കപ്പൽ പിടിച്ചെടുക്കാനുള്ള അമേരിക്കയുടെ ശ്രമത്തിൻ്റെ ഭാഗമായി അതിനെ മോചിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിനപ്പുറം വെനിസ്വേലൻ പ്രസിഡന്റിനെ പോയതുമായിട്ട് ബന്ധപ്പെട്ട വിവരവും വലിയ രീതിയിൽ റഷ്യ ചൊടിപ്പിച്ചിരിക്കുകയാണ്. കാര്യം എന്ന് പറയുന്നത്, റഷ്യ പിന്തുണക്കുന്ന രാജ്യങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുക എന്നുള്ളത് റഷ്യയുടെ എല്ലാ കാലത്തെയും അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അവരത് ചെയ്യാറുമുണ്ട്. അമേരിക്കയോട് സഹകരിക്കുന്ന രാജ്യങ്ങൾക്ക് അവർ നൽകുന്ന പിന്തുണയ്ക്ക് സമാനമായ രീതിയിൽ റഷ്യ സോവിയറ്റ് യൂണിയൻ ഉള്ള കാലത്ത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് സങ്കീർണമായിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. ഉക്രൈൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഏറെക്കുറെ സമാധാനമായിരിക്കുന്ന ചർച്ചയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ആ സമയത്താണ് വെനിസ്വേലൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അത്യന്തം മാരകമായിരിക്കുന്ന ഒരു പ്രവൃത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചെയ്തത്. ഇതോടുകൂടി ഈ മേഖല ആകെ സംഘർഷപൂരിതമായിരിക്കുന്നു എന്ന് മാത്രമല്ല, ഒരു മൂന്നാം ലോക യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പോലും രാഷ്ട്രീയ നിരീക്ഷകർ ചർച്ച ചെയ്യുന്നിടത്തേക്ക് നിലവിലെ സാഹചര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിൽ സമാധാന വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഏറെക്കുറെ അവസാനഘട്ട ചർച്ച ഒമാനിൽ നടത്താൻ തീരുമാനിച്ചതിൻ്റെ 2 ദിവസം മുൻപാണ് ഇസ്രായേൽ അമേരിക്കയെ ആക്രമിക്കുന്നത്. ഇത് കൃത്യമായ രീതിയിൽ തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ ഭാഗമായിട്ടാണ് എന്ന് തീർച്ചയായിട്ടും പറയാൻ സാധിക്കുന്നതാണ്. സമാനമായിരിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ റഷ്യ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കുന്നത്. ഉക്രൈൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയും റഷ്യയും നേരിട്ട് ചർച്ച നടത്താൻ ഏറെക്കുറെ തയ്യാറെടുപ്പ് നടത്തിയതിനിടയിൽ അപ്രതീക്ഷിതമായ രീതിയിലുള്ള ഒരു നീക്കമാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഒരു രാജ്യത്തിൻ്റെ പരമാധികാരം സൂക്ഷിക്കുന്ന പ്രസിഡന്റിനെ സൈനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തട്ടിക്കൊണ്ടുപോയിട്ട് വിചാരണ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത്യന്തം മാരകമായതും അപ്രതീക്ഷിതമായതും അവിശ്വസനീയമായിരിക്കുന്ന കാര്യവുമാണ്. ആ ഒരു പ്രവർത്തനം ഇപ്പോൾ നിലവിൽ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു മാപ്പ് അറിയിക്കുന്ന ഒരു പ്രവൃത്തിയായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. മാത്രവുമല്ല, മൂന്നാം ലോക രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് കീഴ്പ്പെട്ടിട്ടില്ലെങ്കിൽ സുരക്ഷിതമല്ല എന്നൊരു മുന്നറിയിപ്പ് നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്തുള്ള വിഷയം എന്ന് പറയുന്നത്, റഷ്യയെ പിന്തുണക്കുന്ന രാജ്യങ്ങൾ ആ രാജ്യങ്ങൾക്ക് മാനസികമായ രീതിയിലുള്ള ഒരു അകൽച്ച ഉണ്ടാകുന്നു എന്ന തരത്തിലാണ്. അപ്പോൾ അതിന് സംരക്ഷണ സുരക്ഷിതത്വം നൽകുക എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. കരീബിയൻ കടലിലെ വെനിസ്വേലയിലേക്ക് എണ്ണ കയറ്റാൻ വേണ്ടി വന്ന കപ്പലിനെയാണ്, ഡെല്ല 1 എന്ന പേരുള്ള കപ്പലിനെയാണ് അമേരിക്കൻ കോസ്റ്റ് ഗാർഡ് തടഞ്ഞു വെച്ചത്. ഇത് ആപൽക്കരമായിരിക്കുന്ന ഒരു കാര്യമായിട്ട് തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നതാണ്. മുറിവേറ്റ സിംഹമായിരിക്കുന്നു റഷ്യ എന്നാണ് പടിഞ്ഞാറൻ മീഡിയകൾ ഇപ്പോൾ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കാണുന്നതും നിരീക്ഷിച്ചുകൊണ്ട് അഭിപ്രായം പറയുന്നതും. അപ്പോൾ അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു നീക്കം ഒരുപക്ഷെ റഷ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തൽ ആരും നിഷേധിക്കുന്നില്ല. അതിൽ ഒന്നാമതായി വരുന്നത് ഈ കടലിലുള്ള ഡെല്ല കപ്പലിനെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. അത് ഒന്നാമത്തത് റഷ്യയുടെ പതാക പതിച്ചിരിക്കുന്ന വെനിസ്വേലയിൽ നിന്ന് പെട്രോളിയം എടുക്കാൻ വേണ്ടി വന്ന ഒരു നൂതന കപ്പലാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിനെ തടഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് ഒരു തരത്തിലും അമേരിക്കക്ക് അധികാരമില്ല. അതിന് പറയുന്നത് അന്താരാഷ്ട്ര പാതയിലൂടെ പോകുന്ന സമയത്ത് കോസ്റ്റ് ഗാർഡ് വളഞ്ഞുകൊണ്ട് പിടിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇത് UN നിയമം അനുസരിച്ചിട്ട് തെറ്റായിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്, നിയമവിരുദ്ധമായിരിക്കുന്ന കാര്യമാണ്. അത്തരമൊരു സംഭവങ്ങൾ ഒരിക്കലും ഉണ്ടാവാൻ വേണ്ടി പാടില്ല എന്നുള്ളിടത്ത് തന്നെയാണ് ലോക രാജ്യങ്ങൾ തന്നെ ഉള്ളത്. മാത്രമല്ല, അമേരിക്ക ഇങ്ങനെ കയറൂരി വിടുന്ന ഒരു പ്രവൃത്തി തുടരുകയാണെങ്കിൽ ഭാവിയിൽ അത് എല്ലാ രാജ്യങ്ങളെയും സാരമായിട്ട് ബാധിക്കും. അതിനെ നിയന്ത്രിക്കണമെങ്കിൽ, അമേരിക്കയെ നിയന്ത്രിക്കണമെങ്കിൽ റഷ്യയും ചൈനയും അല്ലാതെ മറ്റു ലോക രാജ്യങ്ങൾക്കൊന്നും സാധിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്.
ഇറാൻ ഏറെക്കുറെ അവരുടെ നേരെ വരികയാണെങ്കിൽ മാത്രമാണ് പ്രതികരിക്കുക. മറ്റു രാജ്യത്ത് അമേരിക്കയുടെ ഇടപെടലും സംഭവങ്ങളും ഉണ്ടാകുന്ന സമയത്ത് അതിൽ എടുത്തു ചാടി പ്രതികരിക്കുന്ന രീതികളും സ്വഭാവങ്ങളും യഥാർത്ഥത്തിൽ ഇറാൻ ഉണ്ടാവാറില്ല. പക്ഷേ റഷ്യ അങ്ങനെയല്ല. എല്ലാ വിഷയത്തിലും ഇടപെടുന്നത് അമേരിക്കയെ പോലെ തന്നെ മറ്റു ലോക രാജ്യങ്ങളിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ചൊക്കെ അഭിപ്രായം പറയുന്നതും അതിൽ ഇടപെടാൻ താല്പര്യം കാണിക്കുകയും ചെയ്യുന്ന രാജ്യമാണ്. ഈ ഒരു റൂട്ടിലൂടെയും ഈ ഒരു രീതിയിലൂടെയുമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ അമേരിക്കയും റഷ്യയും തമ്മിൽ കൃത്യമായ രീതിയിൽ ഉടക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് സർവ്വ മേഖലയിലും നേരിട്ട് കൊണ്ട് ഇടപെടൽ റഷ്യയുടെ ഭാഗത്തോളം ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇത് ഇറാന് വലിയ രീതിയിലുള്ള സുരക്ഷാ വലയം തീർക്കാൻ കാരണമാകും എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ ഈ അമേരിക്കയുടെയോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെയോ ആക്രമ രീതികൾ ഈ ഇറാന് നേരെ ഉണ്ടാവുകയാണെങ്കിൽ അത് നേരിട്ട് കൊണ്ട് ഈ റഷ്യ ഇടപെടും എന്ന പ്രഖ്യാപനത്തോടു കൂടി അതിൽ ഇടപെടൽ നടത്താനുള്ള ഈ സാഹചര്യങ്ങൾ ഇപ്പോൾ നിലവിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇത് ഇറാന് വലിയ രീതിയിലുള്ളൊരു ആശ്വാസം കിട്ടുന്ന കാര്യമാണ്. പ്രതിരോധ രംഗത്തൊക്കെ വലിയ സഹായങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇസ്രായേൽ നടത്തിയ സമയത്ത് തന്നെ റഷ്യയുടെ ഭാഗത്തുനിന്നും ചൈനയുടെ ഭാഗത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് അവർ രണ്ടുപേരും സ്ഥിരീകരിച്ചിട്ടില്ല. ഇറാൻ ആണെങ്കിൽ ഈ കാര്യങ്ങൾ അവരുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത് എന്ന് പറഞ്ഞിട്ടുമില്ല. പക്ഷെ സംഭവം നടന്നിട്ടുണ്ട്. ഇനി അങ്ങനെ ആയിരിക്കില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക കൈവിട്ട കളി കളിക്കുന്ന സമയത്ത് തങ്ങളോടൊപ്പം നിൽക്കുന്ന രാജ്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ബാധ്യത തീർച്ചയായിട്ടും റഷ്യക്കുണ്ട് എന്നതിനാൽ ആ പ്രവർത്തനങ്ങൾ അവർ നടത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ പല രീതിയിലുള്ള റിപ്പോർട്ടുകളും ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വരുന്നതും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ ഈ കാര്യങ്ങളൊക്കെ അമേരിക്ക റഷ്യ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ്. മേഖല സുരക്ഷിതമാക്കുക എന്നതിനപ്പുറം മിഡിൽ ഈസ്റ്റിനോടുള്ള താല്പര്യങ്ങൾ അമേരിക്കയ്ക്ക് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ താല്പര്യങ്ങൾ റഷ്യക്കുമുണ്ട് എന്നതിനാൽ അതും ഒരു മേഖലാ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വലിയ പ്രശ്നത്തിലേക്ക് ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല വെനിസുലയിൽ ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉണ്ട് എന്നല്ലാതെ ആ പെട്രോളിയത്തിൻ്റെ നിർമ്മിതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വലിയ രീതിയിലുള്ള സാമ്പത്തിക ചെലവുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കും പ്രതീക്ഷ അറ്റുപോയിരിക്കുന്ന കാര്യമാണ്. എളുപ്പത്തിൽ ഈ പെട്രോളിയം ആക്കിയിട്ട് അതിൻ്റെ കനികളിൽ നിന്ന് വേർതിരിച്ച് പെട്രോളിയം ആക്കുക എന്ന് പറയുന്നത് അറബ് രാജ്യങ്ങളിൽ ഉണ്ടായിരിക്കുന്ന പെട്രോളിയത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് അവിടെ ഉള്ളത് എന്ന് വെച്ചാൽ അത് നിർമ്മാണ ചെലവ് വളരെ കൂടുതലാണ്. അഥവാ ഇപ്പോഴത്തെ നിലവിലെ ഗൾഫ് രാജ്യത്തിൽ നിന്ന് ഒരു ബാരൽ എണ്ണ എടുക്കാൻ വേണ്ടി ചിലവാകുന്നതിന് 3 ഇരട്ടിയോളം ഉക്രൈൻ്റെ കൈവശത്തിലുള്ള പെട്രോളും എടുക്കാൻ വേണ്ടി ചിലവാകുന്നു എന്ന് പറഞ്ഞാൽ ഭാരിച്ച ചെലവുണ്ട് എന്നത് എല്ലാവർക്കും നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ്, അമേരിക്കക്ക് പ്രത്യേകിച്ച്. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് മാത്രമല്ല ഇപ്പോഴത്തെ രണ്ടാമത്തെ ഘട്ടം പറയുമ്പോൾ സംഭവം അവിടെ ഭരണമാറ്റം ഉണ്ടായി. പുതിയ ഭരണാധികാരി അധികാരത്തിൽ ഏറ്റതിന് ശേഷവും അമേരിക്കയോടുള്ള സമീപനത്തിന് അവർ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ വെനിസുലയുടെ പ്രസിഡന്റ് നിക്കോളാസിനെ പിടിച്ചു കൊണ്ടുപോയി എന്നതുകൊണ്ട് ആ രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു സ്വാതന്ത്ര്യ രീതിയിലേക്കൊന്നും യഥാർത്ഥത്തിൽ ഇപ്പോഴും അമേരിക്ക എത്തിയിട്ടില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ചൊടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. സൈനികരും ജനങ്ങളും സംയുക്തമായ രീതിയിൽ അമേരിക്കൻ വിരുദ്ധത പ്രകടിപ്പിക്കുന്ന രീതി ഇപ്പോൾ രാജ്യത്തുടനീളം കാണാൻ വേണ്ടി സാധിക്കുന്നു. അതിനപ്പുറം അവിടുത്തെ സൈനികരിൽ അവിടുത്തെ ജനങ്ങൾക്ക് അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നു. ഇതും അവിടെ വലിയൊരു വിഷയമായിട്ട് നിലനിൽക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ പ്രസിഡൻഷ്യൽ പട്ടാള ഭരണം അവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം പട്ടാളത്തെ വിശ്വസിക്കാൻ പറ്റില്ല എന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. അവരാണ് തങ്ങളുടെ രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ ഒറ്റുകൊടുത്തത്. അങ്ങനെ ഒറ്റുകൊടുത്തിരിക്കുന്ന അവർക്ക് പിന്നാമ്പുറം നിന്നുകൊണ്ട് ഈ ഭരണ സംവിധാനത്തിൻ്റെ കീഴിൽ ജീവിക്കുക എന്നുള്ളത് പ്രയാസകരമായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് ഒരിക്കലും അത് തങ്ങൾ അംഗീകരിക്കില്ലെന്നും പ്രസിഡൻഷ്യൽ സംവിധാനം വേണമെന്നും മാത്രമല്ല അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളോട് നേർക്കുനേരെ ഏറ്റുമുട്ടാൻ തയ്യാറാണ് എന്ന് പറയുന്നൊരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കണം എന്നുള്ള അഭിപ്രായം യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രകടമായിരിക്കുന്നുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.